അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമുണ്ടല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നല്ലൊരു കുക്കർ ബിരിയാണിയിലേക്കാണ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നമ്മളെ കറിക്ക് മുറിക്കും പോലെ 1 കിലോ ചിക്കൻ നന്നായി മുറിച്ച് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ ഇടുന്ന കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടിച്ച്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി ഇത് കുഴച്ചെടുക്കാം. ഉപ്പുണ്ടോയെന്ന് നോക്കണം. നമ്മൾ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കിടാം. നന്നായി പെരക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മളെ കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പി തുടങ്ങാം. അങ്ങനെ കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കാം. കുക്കർ നല്ലോണം ചൂടാവട്ടെ. കുക്കർ നല്ലയിൽ കാഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂണ് പശു നെയ്യ്, അത്രയും ഇനി രണ്ടും. ഇത് കുക്കർ ബിരിയാണി എന്ന് പറയും, എണ്ണയൊന്നും ഇല്ലാതെ ചോറാക്കുന്നതാണ്. എണ്ണയൊന്നും കൊളസ്ട്രോള് ഷുഗർ ഇല്ലാതെ വരിക്കല്ല. നല്ല ഇരി എല്ലാവരും പുരക്കിൽ താളെല്ലാം പൊരിച്ചിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ കൊതിച്ചിട്ട് ഇരിക്കണ്ടേ. അതിന് ട്രിക്ക് എടുത്തതാണ് ഞാൻ ഈ പണി. എനക്ക് ചോറിക്കണം. ഇവർ വിചാരിക്കുന്നത് ഇവർ പൊരിച്ചിട്ട് ചോറിക്കാതെ. അങ്ങനെ ഞാൻ വിടൂല. ഞാൻ കുക്കർ ബിരിയാണി വെക്കും, എണ്ണയൊന്നും ഇല്ലാതെ പൊരിക്കാതെ പോയി. അങ്ങനെ നമുക്ക് ഇതിലേക്ക് 2 നീരുള്ളി, 2 നീരുള്ളി ഇട്ട്, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കിയത്. അങ്ങനെ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതക്കിയതിട്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ നന്നായി പെരക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എനക്ക് വയറ് നിറയെ ചോറ് വയ്ക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിക്ക് എടുത്ത്. പൊരിച്ചത് തിന്നൂടാ, കൊളസ്ട്രോൾ. അങ്ങനെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് നിറഞ്ഞ ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന മാത്രം. ഇതിലേക്ക് ഞാൻ 1 പാട്ട അരിക്ക് 1 പാട്ട വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഇത് കിടക്കാം. ഇതൊരു തള വരട്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിയിടാം. കുക്കർ മൂടണ്ട ഇങ്ങനെ ചാരി വെക്കുന്നതാണ് ഞാൻ. അത് തിളക്കാൻ വേണ്ടിയിട്ട് അരിയിട്ടതിന് ശേഷം നമുക്ക് കുക്കർ ഇടാം. ഇതിലേക്ക് നമുക്ക് അരിയിടാം. ഫസ്റ്റ് തന്നെ ഞാൻ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, പുതിനരിയും മല്ലിച്ചപ്പും. ഇതിലേക്ക് ഞാൻ കഴുകിയിട്ട് വെച്ച അരി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഉപ്പുണ്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കുക്കർ ബിരിയാണി എല്ലാവരും, കൊളസ്ട്രോളോ ഷുഗറില്ലവർക്കെല്ലാം നല്ല ഇതിൽ ചോറ് വയ്ക്കുക. കുറച്ച് ഉപ്പിടുന്നുണ്ട്. നന്നായി എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. 1 വിസിലടിക്കട്ടെ. 1 വിസിലടിക്കട്ടെ. 1 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്കായി ഇടുന്നുണ്ട്. കുക്കർ ബിരിയാണിയുടെ ഇതാ
റെഡിയായി ശരിക്കും കാട്ടിക്കാൻ വെളിയെത്ത് നല്ല അരി ചിക്കൻ ഇതാ നല്ല വാങ്ങൽ കിട്ടിയതിന് അടിപൊളിയായിന് ഇനി നമുക്ക് വേവിക്കുന്നത് കാണാം. അങ്ങനെ നമ്മളെ കുക്കർ ബിരിയാണിയുടെ റെഡിയായി. ഞങ്ങൾ രണ്ടാളും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് മാപ്പിളയും വീടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേട്ടാ. സമയം ഇവിടെ ഒരു 10 മണിയായി, രാത്രി 10 മണി. രസം നോക്കട്ടെ ഒരു എങ്ങനെയുണ്ട്? സൂപ്പറാ. സൂപ്പർ ബിരിയാണി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഒന്നും ഇല്ലാത്തവർക്ക് നല്ലതാണ്. ഇത് ബേക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.